ചിതറിക്കിടക്കുന്ന മാലാഖമാർ, പൂജരാജാക്കന്മാർ, ആട്ടിടയന്മാരും ആടുകളും വർണ്ണാഭമായ വസ്ത്രങ്ങൾ അണിഞ്ഞും അല്ലാതെയും മാതാവും യൗസേപ്പിതാവും ഉണ്ണീശോയും ക്രിസ്മസ് സീസണിൽ കേരളം, കർണാടക, ഗോവ സംസ്ഥാനങ്ങളിലേക്ക് കയറിപ്പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിരുക്കുടുംബവും പരിവാരങ്ങളും. ഇതാണ് മധുരയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള വേളാചേരി ഗ്രാമം. ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ നിർമ്മിക്കുന്ന കരകൗശല വിദഗ്ധരായ കലാകാരന്മാരുടെ 200-ലധികം വീടുകളാണ് ഇവിടെയുള്ളത്. പാരമ്പര്യമായി ഇത്തരം ശില്പങ്ങൾ നിർമ്മിച്ച് ഉപജീവനം കഴിയുന്നവരാണ് ഇവരെല്ലാവരും. എന്തുകൊണ്ടാണ് ഇവർ ഇത്തരം തിരുസ്വരൂപങ്ങൾ നിർമ്മിക്കുന്നത്? സാമ്പത്തിക നേട്ടം മാത്രമല്ല അതിന് പിന്നിലുള്ളത്. ദൈവത്തോടുള്ള ഭക്തിയും തിരുസ്വരൂപങ്ങളിലൂടെ മനുഷ്യന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാനും കഴിയുന്നു എന്നതാണ് ഇവരുടെ വാക്കുകൾ. *150 വർഷത്തിലധികം പാരമ്പര്യമുണ്ട് ഈ തെരുവിന്. ഓരോ വീടും ഓരോ പണിശാലകളാണ്. കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. ഉത്സവ സീസണുകൾ അനുസരിച്ച് ശില്പങ്ങൾ നിർമ്മിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ക്രിസ്മസിന് ക്രിബുകളും ഹോളി വീക്കിൽ പീഡാനുഭവ രൂപങ്ങളും നിർമ്മിക്കപ്പെടുന്നു. ഈസ്റ്റർ കാലത്ത് ഉദ്ധാന രൂപങ്ങളും മെയ്, ഒക്ടോബർ മാസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപങ്ങളുമാണ് ഇവർ നിർമ്മിക്കുന്നത്. പാരമ്പര്യമായി ക്രിസ്ത്യൻ രൂപങ്ങൾ മാത്രം നിർമ്മിക്കുന്ന കുടുംബമാണ് തങ്കരാമന്റേത്. ഞാൻ ഉണ്ടാക്കിയത് എത്ര നാളായിട്ടുണ്ട്? ഇത് 50 കൊല്ലമായിട്ടുണ്ട്. ഈ ചൈനീസ് ഉൽപ്പന്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് വല്ലതും ആയോ? ചൈനീസ് രൂപങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അത് വന്നിട്ടില്ല. ഇല്ലല്ലേ, കുഴപ്പമൊന്നുമില്ല. നല്ല ഇല്ലല്ലോ. ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണോ? ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ. സീസൺ ഇപ്പോൾ ഡിസംബർ ഒരു 10 തീയതി വരെയും ഉണ്ടാവും. പിന്നെ അപ്പുറം കച്ചവടം അവിടെ. ഈ സ്റ്റാച്ച് നമ്മൾ ഇവിടെ സെല്ലില്ല, കേരളത്തിൽ മാത്രം. കേരളത്തിൽ അവിടെ എറണാകുളത്തിലെ മേത്തർ കച്ചേരി, ബ്രോഡ്വേ. ഇദ്ദേഹം ചെയ്യുന്ന ശില്പങ്ങളിൽ ഭൂരിഭാഗവും എത്തുന്നത് കേരളത്തിലാണ്. ക്രിസ്മസിന് നമ്മുടെ പള്ളികളിലെയും വീടുകളിലെയും പുൽക്കൂടുകൾ അലങ്കരിക്കാനുള്ള ശില്പങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് തങ്കരാമനും കുടുംബവും. ക്രിസ്മസിന് പുൽക്കൂടുകൾ ഒരുക്കുമ്പോൾ അവയെ അലങ്കരിക്കുന്ന മനോഹരമായ രൂപങ്ങൾക്ക് ജീവൻ നൽകുന്നവരെ ആരും ഒരിടത്തും ഓർക്കാറില്ല. ജീവിക്കാനൊരു വഴി തേടി ഉണ്ണിയേശുവിനെയും മാതാവിനെയും യൗസേപ്പിതാവിനെയും ഒക്കെ കരങ്ങളിലേന്തുന്ന ഇവർ നമുക്ക് മുമ്പ് ക്രിസ്മസ് ആഘോഷിക്കുന്നവരല്ലേ? പരിപൂർണമായി നിർമ്മിക്കപ്പെടുന്ന രൂപങ്ങളിലൂടെ അവരുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടുന്നു. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയുടെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ.